UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് നാവുപിഴ. പൊതുച്ചോറിൽ കെ മുരളീധരൻ വിമർശനം ഏറ്റുവാങ്ങിയപ്പോൾ പ്രിയദർശിനി സവാരിയുടെ പേരിൽ CP ജോൺ നടത്തിയ പരാമർശം പിൻവലിച്ച് മന്ത്രി തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടക്കത്തിലെയുള്ള ഈ നാവുപിഴ പ്രതിപക്ഷത്തിന് കിട്ടുന്ന ആയുധമാവുകയാണ്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ മന്ത്രിമാർക്ക് നാക്കുപിഴ ഒരു തുടർക്കഥയാവുകയാണ്. ആദ്യം മന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നായിരുന്നു, അത് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴിതാ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിൻ്റെ ഭാഗത്തു നിന്ന്, അത് പ്രിയദർശിനി ബസ്സിലെ യാത്രയുമായി ബന്ധപ്പെട്ട്. രണ്ടും പൊതുജനങ്ങളുമായി വളരെ അടുത്ത് ഉള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ചർച്ചയോട് ചർച്ചയായി മാറി പ്രശ്നങ്ങൾ. പൊതിച്ചോറിൽ നിന്നും വളരെ കഷ്ടിച്ചാണ് തലയൂരി മാറ്റിയത്. കാരണം അവിടെയും U-ടേൺ അടിച്ചു മന്ത്രി. സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറുകൾ നൽകുന്നത് ശരിയായ പ്രവണതയല്ല, അത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്നും പകരം കമ്മ്യൂണിറ്റി കിച്ചണുകൾ കൊണ്ടുവരുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ കൊടിതോരണങ്ങൾ കെട്ടി വാഹനങ്ങളിൽ ആശുപത്രിക്കകത്ത് പൊതിച്ചോറ് നൽകുന്നതിന് വിലക്കേർപ്പെടുത്തുമെന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിൽ ഉയർന്നതോടുകൂടി തന്നെ ആ വിഷയം U-ടേൺ അടിച്ച് മന്ത്രി തന്നെ അവസാനിപ്പിച്ചു. പറഞ്ഞത് ആലപ്പുഴത്തെ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ചർച്ചയായ സ്ത്രീകളുടെ സൗജന്യ യാത്രയായിരുന്നു. സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് മന്ത്രി CP ജോൺ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടാകുന്നത് സൗജന്യ യാത്രയെക്കുറിച്ച്. പ്രത്യേകിച്ചും ആ പരാമർശം അല്പം കടുത്തുപോയി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. കാരണം ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അത് എല്ലാം കൃത്യമായി പരിശോധിച്ച് അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നൊരു പ്രതിപക്ഷം ഇപ്പോൾ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഷയം വല്ലാതെ മാറി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ചർച്ചയാവും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ അത് ഏറ്റെടുക്കും. അത് പിന്നീട് ചർച്ചയാക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിവാദ വിഷയമാക്കി മാറ്റുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ CP ജോണിൻ്റെ വായിൽ നിന്നും ഈ വാക്കുകൾ പുറത്തേക്ക് വന്നു. പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട്, സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പുറത്തു വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ചർച്ചയായി മാറി. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് സൗജന്യ യാത്ര തുടങ്ങിയതോടുകൂടി തന്നെ KSRTC ബസ്സുകളിലെ തിരക്കാണെന്നും ഒപ്പം തന്നെ വലിയ ഫീസ് കൊടുത്ത് മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുവെന്നും അസുഖം വന്നാൽ സർക്കാർ ആശുപത്രികളുടെ തിണ്ണയിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടെന്നും ഒക്കെ പറയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരു പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പിന്നിലെ ആശയം എന്തെന്ന് അറിയാതെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ പറഞ്ഞത് എന്നുള്ളതായിരുന്നു എല്ലാവരും ചോദിച്ചത്. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സൗജന്യ യാത്ര തുടങ്ങിയതോടുകൂടി തന്നെ ചില സ്ത്രീകളെങ്കിലും അവരുടെ സമ്പത്ത് കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സ്വരുക്കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണ ജോലിക്കാരായി പോകുന്ന ആളുകൾ ബസ്സുകളിൽ യാത്ര ചെയ്ത് തുച്ഛമായ ശമ്പളത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ഇതൊരാശ്വാസമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാമർശങ്ങൾ വല്ലാതെ വേദനിപ്പിക്കും. കാരണം സ്ത്രീ ശാക്തീകരണമാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ ചർച്ചയാകപ്പെടുന്നത്. എന്തായാലും വിഷയം ചർച്ചയായതോടെ തന്നെ മന്ത്രിയും ആദ്യമൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മലക്കം മറിഞ്ഞെങ്കിൽ പിന്നീട് U-ടേൺ അടിച്ച് കഴിഞ്ഞ ദിവസം ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇത്തരത്തിൽ നാക്കുപിഴകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പഴയ വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ കൃത്യമായി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ കൃത്യമായി അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകേണ്ടവരാണ് രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും. അതിനുമപ്പുറത്തേക്ക്
രാഷ്ട്രീയ പ്രതിയോഗികളോട് സംസാരിക്കുന്ന തരത്തിൽ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. 2 മന്ത്രിമാരുടെ കാര്യത്തിലും കണ്ടത്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ. കഴിഞ്ഞ ദിവസം ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇത്തരത്തിൽ ഒരു പരാമർശത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അവിടെയും വാക്കുകൾ ഉപയോഗിച്ചതിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ പദപ്രയോഗങ്ങളൊക്കെ തന്നെ തെറ്റായിപ്പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവിടെ രാഷ്ട്രീയപരമായുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവെന്ന നിലയ്ക്ക് ഉദയനിധി ഉപയോഗിച്ച വാക്കുകൾ അല്പം കൂടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നേതാക്കന്മാരും മന്ത്രിമാരും പലപ്പോഴും പല രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കാത്തതിൻ്റെ പരിണിത ഫലം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും നടപടികളുമൊക്കെ ആയിരിക്കും. എന്തായാലും സ്ത്രീ ശാക്തീകരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന പ്രിയദർശിനി അത് മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആരോപണം അല്ലെങ്കിൽ ആശയപരമായി വലിയ തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലെ പദപ്രയോഗങ്ങൾ ഉന്നയിച്ച മന്ത്രിയും അത് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ അത് വലിയ ചർച്ചയായി മാറുമായിരുന്നു. കാരണം മറ്റാരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. ആരും തന്നെ ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ എത്തിയതുമില്ല. കാരണം മികച്ച തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം അത് സമൂഹത്തിന് ആവശ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചതാണ്. അതിൽ ആർക്കും വിയോജിപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംവിധാനം വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു തന്നെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് മന്ത്രിക്ക് തന്നെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരം പ്രയോഗങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയും ഒപ്പം അർത്ഥം മനസ്സിലാക്കിയും ഒക്കെ പ്രയോഗിച്ചാൽ നല്ലതായിരിക്കും.